ആർക്കുമല്ല പറമ്പിൽ വെച്ച് നടത്തിക്കൂടെ? ഇത് എന്ത് മൈൻഡ് ഇത്? കള്ളം അടിയൊക്കെ കള്ളോ നമസ്കാരം. കുറച്ച് സ്ഥലം തരും. ചന്ദ്രനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരാ എന്നെ കിട്ടാൻ? അയ്യേ, നിങ്ങൾക്ക് കൺസൈൻമെന്റ് റീസ്റ്റാർട്ട് ചെയ്യാന്നതിന്റെ കാര്യം പറയാം. ഒരു കണ്ണിന് മൈറ്റ് ബി ഗോയിങ് ടു 20 CR. അതുപോലെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഓപ്ഷൻ കാണത്തില്ലേ ഗൺ ഷോപ്പ്? ഓപ്ഷൻ ഉണ്ടോ? അത് പേടിപ്പിക്കട്ടെ ചന്ദ്ര, ഗ്രൈൻഡ് ചെയ്യട്ടെ പിള്ളേര്. ചന്ദ്ര നമുക്ക് 20 കോടി മേടിക്കാൻ ചന്ദ്ര എല്ലാവരുടെയും ഇങ്ങനെയുണ്ട്. എടാ സമയം 11 മണിക്ക് തുടങ്ങിയടാ, വാടാ. നീ എവിടാ വந்தாരം? ഞാൻ എന്നാ മുതുക്കില്ല, ഞാൻ അങ്ങോട്ട്. എന്താണല്ലോ. ഓക്കെ. റൈഡൻ ബ്രോ താങ്ക് യു സോ മച്ച് 70. നാട്ടിലോട്ട് എന്നാ പോകുന്നത്? നാട്ടിലോട്ട് ഞാൻ ഉടനെ പോണം ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 70 rupees സൂപ്പർ ചാറ്റ്. അമ്മേ അല്ലേ, താഴെ എന്ത് പറയും വണ്ടി? ഇതൊക്കെ എന്ത് പറയും? എത്ര പറഞ്ഞ ഞാനിപ്പോ മറ്റേ ഫോണിലെ കമന്റ് വായിക്കുന്നത്, എനിക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ തട്ടില്ലെന്ന് ഏതൊരു ഹെവി ഡ്രിഫ്റ്റ് ആയനെ. ഓൺ ദ വേ ഓ അതൊക്കെ എന്ത്, അതൊക്കെ അവനിടിച്ചില്ല അവന്റെ വണ്ടിയില്. പണിയറാണ്. മന്ദു ഞാൻ ടണലിലവിടെ എത്തി. നീ എവിടെ? ഇതിന്റെ അകത്തല്ലേ? നോക്കട്ടെ. കുണ്ണ എന്തിന് കാണിക്കണേ? കേറ ഇങ്ങട്ട്. ഇതല്ലേ ആണോ? നോക്കാം വാ. ജെയിൻ അബ്രഹാം ബ്രോ താങ്ക് യു ഫോർ 20 rupees സൂപ്പർ ചാറ്റ്. നീനാവോ? എടാ ഇത് തന്നെ ആയിരിക്കും. പോകുമ്പോ അറിയാൻ പറ്റും. വാ, ഇങ്ങനെയൊക്കെ അറിയണോ ഓരോ കാര്യങ്ങള്? ചന്ദ്രപാറോട് ലൊക്കേഷൻ ചോദിച്ചില്ലേ? മെസ്സേജ് അയച്ച എന്റെ ഫോണിൽ എന്തോ ബഗ് ഉണ്ടാ തേങ്ങ. അതെ ആളെ ബ്രോ മീറ്റിംഗ് വന്നേണോ? ഹലോ, എവിടെ വെച്ചാ മീറ്റിംഗ്? എവിടെ വെച്ചാ? ഗെയിംസ് ഉണ്ട്. ഓക്കെ ഇങ്ങോട്ട് അടുത്തൊരു എൻട്രി ഉണ്ട് ഫ്രണ്ടിൽ, അതായിരിക്കും തോന്നുന്നു. എടാ മന്ദാര ഇത് തന്നെന്നാ തോന്നണേ.
ഹലോ ആ ഹലോ ഞങ്ങളൊക്കെ വഴിതെറ്റിയായിരുന്നു. വേറെ ആളുണ്ട്. ഹലോ എങ്ങോട്ടാ വരണ്ടേ? ഞങ്ങൾ വണ്ടി ഇവിടെ ഓർമ്മയില്ല. ഞങ്ങൾ ഇതിൻ്റെ കൂടെ കയറട്ടെ? ആ എന്തായാലും ഇതാ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മുടെ പയ്യന്മാര് ഗെയിം സൗണ്ട് കുറവാണ്. ഗെയിം സൗണ്ട് കുറേ ഒരു വഴിയില്ലല്ലോടാ. എടാ ഗെയിം സൗണ്ട് കുറവാണോ? കഴിച്ച് അത് എനിക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ടായിരിക്കും, ടണലിനകത്തിരിക്കുന്നുണ്ടായിരിക്കും മേ ബി. എനിക്കൊരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ടായിരിക്കും. ആർക്കുമല്ല പറമ്പിൽ വെച്ച് നടത്തിക്കൂടെ? ഇത് എന്ത് മൈൻഡ് ഇത്? താങ്ക് യു സോ മച്ച് 7.29 AD ബ്രദർ. ചന്ദ്ര ഇന്ന് ഫുൾ സീരിയസ് ആണല്ലോ. ഹെൽത്ത് ഓക്കെ അല്ലേ? എന്നാ ഞാൻ കുറച്ച് സീരിയസ് അല്ലേ? അതെ ഞാനേ എടാ ഞങ്ങളെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. സീരിയസ് അല്ല ഓക്കെയാണ്. നമുക്ക് ലീഡർ ഇല്ല പോയിരിക്കട്ടെ അടി ലീഡർ ഇല്ലാത്ത അതെ ഇവരുള്ളിലോട്ട് ഉണ്ടായി. അവരുടെ T47 കൊണ്ടേക്കോ. KV നോക്കട്ടെ. സോറി TV. ഹലോ ഹലോ. ഓക്കേ നിങ്ങൾ ആരൊക്കെ വന്നേക്കുന്നത്? കോലീഡറും മെമ്പറുമാണ്. മെമ്പറെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ല ഇത് കാരണം നമ്മുടെ കൂട്ടത്തിലില്ലേ ഒറ്റക്ക് നമ്മള് വെച്ചിട്ട് കൊണ്ടുവന്നാളാ. എന്തേലും ഓക്കെ ഓക്കെ ഓ വന്നാരോ? ഞാൻ ആദ്യമേ വരാം. പാട്ടിടോ. അയ്യോ ഇരുട്ട്. Come on, let's go. കാറിൽ അടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം. കുറച്ച് സ്ഥലം തരും. ചന്ദ്രനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരാ എന്നെ കിട്ടാൻ? അയ്യേ അങ്ങനെ കിട്ടാനല്ല. ഓക്കെ ഈ ഫോണ് കംപ്ലൈന്റ് ആണ്. വാസവണ്ണ വന്നാല് പുതിയൊരു ഐഫോൺ എടുത്തരാൻ പറയണം. സോറി കേട്ടോ, അത് നമുക്ക് ഉടനെ ശരിയാക്കല്ല. കഴിഞ്ഞില്ലേ? എഫക്റ്റ് ആണ്. കേക്കുന്നുണ്ടോ അറ്റം വരെ? കേക്കാം. ഓക്കെ ഇല്ല കേക്കാം. തട്ടിക്കണഞ്ഞൊക്കെ എങ്ങനെ വരാം. ഓക്കെ സോ മീറ്റിംഗ് വിളിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് കൺസൈൻമെന്റ് റീസ്റ്റാർട്ട് ചെയ്യാന്നതിന്റെ കാര്യം പറയാനാണ്. സോ സാറ്റർഡേ ഓൺവേർഡ്സ് യു ഗൈസ് ക്യാൻ
ബുക്ക് യുവർ സ്ലോട്ട്സ്. ഓക്കെ. ഗണ്ണും പോർഷനും കൺസൈൻമെന്റിന് ഒരുമിച്ചായിരിക്കും, ഓക്കെ ഓക്കെ ഓക്കെ. സെപ്പറേറ്റ് ആയിരിക്കില്ല, ഒരുമിച്ചായിരിക്കും. എമൗണ്ട് എങ്ങനെയായിരിക്കും കൺസൈൻമെന്റ്? കൺസൈൻമെന്റിന്റെ പോർഷൻസിന്റെ എമൗണ്ട് ചേഞ്ച് വരുത്തിയിട്ടില്ല, പക്ഷെ ഗണ്ണിന്റെ എമൗണ്ട് മൈറ്റ് ബി ചേഞ്ച്. അതിന്റെ റീസൺ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും എന്തായിരിക്കുന്നത്. വളരെ റേറ്റ് കൗണ്ട് കുറവാണ്, കാരണം കൗണ്ട് 60 ആയിരിക്കുമോ? ബ്രൈറ്റ്നസ് ഒന്നും ചെയ്യാൻ കൗണ്ടും പറ്റത്തില്ല. 60 ആയിരിക്കും. അതിൽ ഇൻക്രീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് പറയാൻ ബൈ സാറ്റർഡേ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ. ബുക്കിംഗ് ക്രൈറ്റീരിയ ഗോയിങ് ഫോർവേഡ്, അത് ഞാൻ പറഞ്ഞുതരാം. ഗോയിങ് ഫോർവേഡ് സാറ്റർഡേ ഓർ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം അത് ഫിക്സ് ചെയ്തിട്ട് ഒരു ഡേ, അന്ന് മാത്രമായിരിക്കും ബുക്കിംഗ്സ് ഓപ്പൺ ആവുന്നു. മൺഡേ ടു ഫ്രൈഡേ ബുക്കിംഗ്സ് ഉണ്ടാവില്ല. ബുക്കിങ്ങിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഗണ്ണിന്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗണ്ണിന് ഇപ്പോൾ വളരെ വിലക്കുറവായതുകൊണ്ട് ഒരു ഗണ്ണിന് മൈറ്റ് ബി ഗോയിങ് ടു 20 CR. 20 CR ഒരു കണ്ണിനാ? അടുത്ത വർഷം വരാം. അതെ, ഒരു കണ്ണിന് 20 CR ആണ്. ഒരു കണ്ണിന് 20 ഈ ബ്ലാക്ക് തന്നെയല്ലേ? 70 ലക്ഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 80 ലക്ഷം 80 ആയിരുന്നു. നിങ്ങൾക്ക് അത് അറൌണ്ട് ഒരു 2 CR 3 CR വരെ നിങ്ങൾക്ക് വിൽക്കാനായിട്ടൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അല്ല ഇത് 80 lakhs സിറ്റിയിൽ പോകുന്നത് 14 കോടി ാണ് ഫാമിലിയുടെ സിറ്റിസണിന് പോകുന്നത്. ആൻഡ് ഫ്രം ദ സിറ്റിസൺസ് ഇറ്റ്സ് ഗോയിങ് അറൌണ്ട് 30 CR ഒരു ഗണ്ണിന്. ബെറ്റർ സിറ്റിസൺസിനെ അങ്ങ് കൊന്നാ പോരെ? അത് മതി, അത് നിങ്ങളല്ലേ ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ ഈ 80 lakhsന്ന് 20 CR ഭയങ്കര ഹൈക്കായി പോയി. അത് 60 എണ്ണം ഒരുമിച്ച് എടുക്കുമ്പോഴേ. അതെ, 24 CR-നും 30 CR-നും പോകുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളെ സൊല്യൂഷൻ കണ്ടെത്താൻ പഠിക്കണം. പോയി അത് സിറ്റിസണിലോട്ട് ഈ സാധനം പോവാതെ നോക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഒരു കൺസൈൻമെന്റ് 1200. ഞാൻ സംഭവം പറയാം, കൂടുതലാണ്, എമൗണ്ട് കൂടുതലാണെന്ന് പറയാൻ കാരണം വി ആർ ഡൂയിങ് ബിസിനസ്. CR-ന് ഒരു ഗണ്ണ് തരുമ്പോ അത് 20 CR-നും 30 CR-നും സിറ്റിയിൽ പോകുമ്പോ നമുക്ക് മാർക്കറ്റ് പ്രൈസിനനുസരിച്ച് റേറ്റ് കൂട്ടിയേ പറ്റുള്ളൂ. അല്ല അതിപ്പോ മാർക്കറ്റ് പ്രൈസിനെ കൂട്ടിയാലും അതിനപ്പുറം അല്ല ഞാൻ അതെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോ ഡിസ്കൗണ്ട് ഇല്ലേ? അങ്ങനെ ഗാങ്സിനോട് ആക്ഷൻ എടുക്കാം, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഗാങ്സിന്റെ നെയിംസ് നമുക്ക് കിട്ടണം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഏത് ഫാമിലിയാ കൊടുക്കണേന്ന് ഇൻസ്ട്രക്ഷൻ അറിയാവോ? കുറച്ച് ഫാമിലീസിന് അറിയാം, ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അവർക്ക് എന്തായാലും കൺസൈൻമെന്റ് ബുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് റേറ്റ് നോർമൽ റേറ്റ് ആയിരിക്കില്ല, അവർക്ക് എക്സ്ട്രാ എമൗണ്ട് ഉണ്ടാവും. അങ്ങനെ കൊടുക്കുന്നവർക്ക് മാത്രം ആ ഒരു എമൗണ്ട് കൊടുത്താൽ പോരെ? അത് കൊടുക്കാം, പക്ഷെ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കോർപ്പറേഷൻ വേണം. നമുക്ക് നിങ്ങളെ എല്ലാ ഫാമിലീസിനെയും നമുക്ക് ഫുൾ ടൈം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കി പിന്നാലെ നടക്കാൻ പറ്റില്ല. വി ആർ ഡൂയിങ് ബിസിനസ്, വി നീഡ് എ ട്രസ്റ്റ്. ഫാമിലീസ് ടു ഫാമിലീസ് ഗണ്ണ് പോകുന്നത് കുഴപ്പമുള്ള കാര്യമല്ല, പക്ഷെ അത് സിറ്റിസൺസിലോട്ട് എത്തുന്നത് എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു പ്രാവശ്യത്തേക്ക് നോക്കാം, നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇതിപ്പോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അറൌണ്ട് 20 CR 25 CR മാർക്കറ്റ് റേറ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം 2 CR വരെയാണ് അത് കോൺസിക്വൻസസ് ഫേസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ, കാരണം ഞങ്ങൾക്ക് ഇതിൽ പ്രശ്നമല്ല, കാരണം നമ്മൾ ബിസിനസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിറ്റിസൺസിന് എത്ര റേറ്റിന് വേണമെങ്കിൽ കൊടുക്കുന്നു പറഞ്ഞിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ അത് ഹൈ ആവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൂട്ടാം. നമ്മൾക്ക് ബിസിനസ് അല്ലേ ചെയ്യുന്നത്, അപ്പൊ അതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂവിനനുസരിച്ച് റേറ്റ് വരും.
മാർക്കറ്റ് വാല്യൂവിന്റെ കുറവുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്. 2CR അല്ലെങ്കിൽ ഇപ്പൊ ഒരു 80 ലാഖിന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഗണ്ണ് തരുമ്പോൾ നിങ്ങൾക്ക് അത് 2CR വരെ. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ്സിനാണ് പോർഷൻസ് അടക്കം നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഫാമിലീസിന് മാത്രമാണ് പോർഷൻസ്, ബേസ് പോർഷൻസ് കിട്ടുള്ളൂ, സിറ്റിസൺസിന് കിട്ടത്തില്ല. സോ ടോട്ടലി ഇല്ലീഗൽ സ്റ്റെപ്സ് നിങ്ങൾ ഫാമിലീസിൻ്റെയിലാണ്. സിംഗിൾ ഗണ്ണിന് 20 CR അല്ലേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? അതെ അതെ അതെ. അതാണ് സിറ്റിയില് പോകുന്നത്. 25 CR 30 CR ആണ് ഒരു ഗണ്ണിന് പോകുന്ന എമൗണ്ട്. അത് സിറ്റിസന്റെ ബൾക്കായിട്ട് 14 ഗണ്ണും 15 ഗണ്ണും ഒക്കെയാണ് സെല് ചെയ്യുന്നത്. സാറേ അത് വൈറ്റ് അല്ലേ പോണത്? ബ്ലാക്ക് ഇപ്പൊ അത്രയും വരില്ലല്ലോ. വൈറ്റും ബ്ലാക്കും രണ്ടിലാണ് പോകുന്നത്. അല്ല ഈ എന്നാലും പോട്ടെ, ബ്ലാക്ക് ഒരിക്കലും 20 CR പോകില്ല. കാരണം അത്രയും എന്നാലും കാർലോ വൈറ്റ് ആണെങ്കിൽ പോലും 20 CR ടു ഈക്വൽ ടു ബ്ലാക്ക് മണി എത്ര റേറ്റ് ആയി? എങ്ങനെ പോയാലും 80 lakhs എന്തായാലും ആവില്ല. 2CR അല്ലേ? 80 lakhs അല്ല, 8 lakhs നമുക്ക് കിട്ടുന്നല്ല. അത് നിങ്ങൾക്ക് വെക്കണ 2CR പോലും ആവുന്നില്ല. ആവില്ലല്ലോ. നിങ്ങള് 1CR ഗണ്ണ് നമുക്ക് തന്നിട്ടേ ഒരു 5CR മാക്സിമം വിൽക്കുന്നൊക്കെ അങ്ങനെ ആക്കാൻ പറ്റത്തില്ലേ? ഇപ്രാവശ്യത്തെ എനിക്ക് ഒരു ഗ്യാങ്ങിനെ പണിഷ് ചെയ്തൂടെ അങ്ങനെ വിൽക്കുന്ന ഗ്യാങ്ങിനെ? അല്ല, പണിഷ്മെന്റ് ഉണ്ടാവും. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ആദ്യത്തെ ആയതുകൊണ്ട് ഒരു വാർണിംഗ് പോലെ അവർക്ക് കൺസ്യൂമറിന്റെ എമൗണ്ടിൽ ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ഗോയിങ് ഫോർവേഡ് മാക്സിമം പ്രൈസ് എന്തായാലും സാറ്റിസ്ഫൈ പറയും. എന്തായാലും 20 CR നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഉറപ്പ് കിട്ടുവാണെങ്കിൽ മാത്രം ആ 20 CR എമൗണ്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിറ്റിസൺ സൈഡിലോട്ട് പോകുന്ന അപ്പൊ സിറ്റിസൺ സൈഡിലോട്ട് ഗണ്ണ് പോകുന്നത് സ്റ്റോപ്പ് ആവണം. അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ ഇൻഫോം ചെയ്യുക. സിറ്റിസൺസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അത് നിങ്ങളുടെ ബിസിനസ്സിന്. കാരണം ഇല്ലീഗൽ ആയിട്ടുള്ള ഗണ്ണിന്റെ ബിസിനസ് നിങ്ങൾക്ക് വരുമ്പോൾ ഫാമിലീസിന്റെ അല്ലാതെ റോബറി ഇതിൽ കിട്ടും. AR കിട്ടുമോ? ഏത് റോബറി? നോ, അത് നോക്കണേ. അല്ല, മെയിൻ ബാങ്ക് റോബറി കിട്ടും. നമുക്ക് ഇന്നലെ കിട്ടിയതാണ്. നോ ചെക്ക് ചെയ്യണം. രണ്ട് ഗണ്ണ് കിട്ടും. 2 ഗണ്ണ് ഒരു പിസ്റ്റളും. എന്തായാലും ഓക്കെ, അപ്പൊ അത് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതെന്തായാലും നിർത്താം. ആൻഡ് പിന്നുള്ളത് എമൗണ്ടിന്റെ ഈ സംഭവം ഇത്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്നും ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നാളെ നിങ്ങൾക്ക് ഒരു ബിസിനസ് കിട്ടണം. നിങ്ങളിപ്പോ ഇത്രയും വന്ന ഫാമിലീസിന് ഇപ്പൊ അറൗണ്ട് ഒരു 5-6 ഇല്ലീഗൽ ഗൺ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ അത്രയും എടുക്കുന്ന നിങ്ങളുടെ ബിസിനസ്സാണ് പോകാൻ പോകുന്നത്. സിറ്റിസൺസിന് ഇന്ത്യയിൽ ഇത്രയും ബൾക്ക് ഓഫ് എമൗണ്ട് ഓഫ് ഗൺസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനാണ് ബാധിക്കുന്നത്. അതുപോലെ നമ്മൾ റേറ്റ് കൂട്ടിയാലും നിങ്ങളുടെ തന്നെയാണ് ബിസിനസ്. EMI ചോദിക്കാൻ കൊണ്ടുവന്നിട്ട് അങ്ങനെ കാശ് കൊണ്ട് പോടായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ്. ഓക്കെ, അല്ല റേറ്റ് കൂട്ടുന്നത് ഡിസ്കസ് ചെയ്യാം. റേറ്റ് കൂട്ടുന്നത് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഹിറ്റ്മാനെ ഒരു സെക്കൻഡ് ടൈമോ തേർഡ് ടൈം അല്ല പറയുന്നത് സിറ്റിസൺസിലോട്ട് കണ്ണു പോകുന്നതിന്റെ ഒരു കാര്യം. ഫാമിലീസിനെ വിളിച്ചിട്ട് അപ്പോ ഇതിപ്പോ ഒരു ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനി ഇതേപോലെ എമൗണ്ടിലാണ് സിറ്റിയില് ഗൺ ഫ്ലോ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂവിനെ കൂട്ടും. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് അതിൻ്റെതായ ഒരു പ്രിക്കോഷൻസും ഫാമിലീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പറയാം. പിന്നെ ഫാമിലീസ് ചെയ്യുന്നുണ്ട്. അല്ല, അത് ഫാമിലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. ബാക്കി എന്താ ചെയ്യണ്ടെന്ന് നമുക്ക് പറഞ്ഞു. ഫാമിലി ഡ്രസ്സിൽ എന്തായാലും സെയിൽ ചെയ്യാൻ പോവില്ലല്ലോ. ഇവര് സിറ്റിസൺ ഡ്രസ്സിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. പേര് മാറ്റി പറയും. ഇപ്പൊ ഫാമിലി പറയത്തില്ല. എന്തായാലും അടിയായിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലായോ? നമ്മുടെ രീതിക്ക് സിറ്റിസൺസിനോട് ചോദിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഇതാവുമല്ലോ. അപ്പഴേ ഒരു ഫാമിലിയുടെ പേര് പറയത്തുള്ളൂ. പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സിറ്റിസൺ സൈഡിൽ നിന്ന് ഫാമിലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിറ്റിസൺസിലെ ഗാങ് ടു ഗാങ് ബിസിനസ് ഓക്കെ, ഫാമിലി ടു ഫാമിലി ഗണ്ണ് സെല് ചെയ്യുന്നത് ഓക്കെയാണ്. കാരണം നിങ്ങൾക്ക് അതിന്റെ റേറ്റ് അറിയാം, നിങ്ങൾക്ക് എത്രയാണ് മാക്സിമം എടുക്കേണ്ടതെന്നൊക്കെ അറിയാം.
അത് നിങ്ങൾ പുറത്ത് സിറ്റിസൺസിന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഇപ്പോ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഇനി അല്ല ഓക്കെ, ഇനി സിറ്റിസന്റെ ഒരു ഇതിലാണ് പേര് മാറ്റിയിട്ടൊക്കെ വന്നിട്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാമിലി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇൻഫോം ചെയ്യാം. നമ്മൾ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യാം അവര്. ഓക്കെ, സോ കാര്യങ്ങളെല്ലാം വ്യക്തമായി. റേറ്റ് കുറയ്ക്കുകയാണെന്നുള്ളതല്ല, പഴയ റേറ്റ് തന്നെ കൊടുക്കാം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉറപ്പ് വേണം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ടീയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ എന്തായാലും കൊടുക്കത്തില്ല. ഫാമിലി പറഞ്ഞല്ലോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഫാമിലീസ് ടു ഫാമിലി ഇഷ്യൂ ഇല്ല. സിറ്റിസൺസിന് ഈ സാധനം പോകുന്നത് വളരെ ഡേഞ്ചർ ആണ്. അതെങ്ങനെയൊക്കെ മിസ്യൂസ് ആവും, സൂപ്പർ ചാറ്റ് മിസ്സായി. ഞാൻ വായിക്കാം സൂപ്പർ ചാറ്റ് അവസാനം വായിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കല്ലേ, ഇതിന്റെ ഇടയ്ക്ക് ഇത് ഇതാവും, ഡിസ്ട്രാക്ട് ആവേണ്ടത് എഴുതിയിട്ടാണ് ഞാൻ സൂപ്പർ ചാറ്റ് വായിക്കാവേ. ആൻഡ് ഗോയിങ് ഫോർവേഡ് നമ്മൾ യെല്ലോ പേജിൽ നിന്ന് മാറ്റി ഡാർക്ക് ചാറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഓപ്ഷൻ കാണത്തില്ലേ ഗൺ ഷോപ്പ്? ഓപ്ഷൻ ഉണ്ടാവും. അത് എന്തായാലും നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷോപ്പായിട്ടാണോ വേണ്ടത് അതോ നിങ്ങൾക്ക് കോൺട്രാക്ട് നിങ്ങൾക്ക് കിട്ടും ബട്ട് നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതാണോ എന്നത് അതെന്തായാലും ഫാമിലി മീറ്റിംഗ് ആയിട്ട് ഫാമിലീസിന്റെ അടുത്ത് എല്ലായിടത്തും വന്ന് ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തേടുന്നതായിരിക്കും. ഈ ടർഫ് ഗ്രൈൻഡിങ് ഒക്കെ എപ്പോഴാണ് വരുന്നത്? അതിന്റെ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ കൺസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഗണ്ണും കാര്യങ്ങളൊക്കെ ടീബിൾസ് എല്ലാം സെറ്റ് ആയിട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാണ്. സോ അതൊന്ന് നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്തേര്. ഇല്ലീഗൽ ഗൺ ഷോപ്സിന്റെ കാര്യം ഷോപ്പായിട്ടാണോ വേണ്ടത്? കാരണം ഇപ്പൊ വരുന്ന അമ്യൂണേഷൻസ് ലീഗലായിട്ടാണ് വെച്ചേക്കുന്നത് സിറ്റിയിലുള്ളത്. അപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ഷോപ്സ് ആയിട്ടാണോ വേണ്ടത്? കാരണം നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇല്ലീഗൽ ചെയ്യുന്ന ഗൺസ് എന്തായാലും ഔട്ട്സൈഡ് പോയിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത്, കയ്യിൽ വെച്ചിട്ടായിരിക്കും. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഫ്രീലാൻസ് പോലെ ചെയ്യുന്നതാണോ താല്പര്യം എന്നുള്ളത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടൊന്ന് തീരുമാനിക്കാം. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഉള്ളത് ലീഗൽ ഷോപ്സ് അല്ലേ? ഇപ്പൊ ഉള്ളത് ലീഗൽ ഷോപ്സ് ആണ്. അതിലെന്തായാലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇല്ലീഗൽ ഗൺ ഡീലേഴ്സ് എന്നുള്ള രീതിക്ക് അറൌണ്ട് ഒരു 10 ഫാമിലീസിന് ഇല്ലീഗൽ ഗൺ ഡീലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയന്റ് എന്നത്. അപ്പൊ അത് ഓപ്ഷൻ എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും? അത് ഓപ്ഷൻ ആണോ അതോ ഒരു എമൗണ്ട് ഇടുന്ന ആൾക്കാർക്കാണോ എന്നുള്ളത് നമ്മൾ ഏറ്റവും ടോപ്പ് ഇടുന്ന 10 പേർക്കുള്ളതാണോ എന്നുള്ളത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതെന്തായാലും പ്ലാനിങ്ങിലുണ്ട്. അടുത്ത് തന്നെ വരും അത്. അപ്പോ അതാണ് ചോദിച്ചത്, നമുക്ക് ഷോപ്സ് ആയിട്ട് വേണോ നിങ്ങൾക്ക് അതോ ഫ്രീലാൻസ് ആയിട്ട് തന്നെയാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത്? ഓക്കെ, സോ ഇനി അതർ സംശയങ്ങൾ? പഴയ രീതിക്ക് തന്നെയായിരിക്കും ഫീൽഡിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നത്. എമൗണ്ടും കണക്കും ബുക്ക് ചെയ്യണതിന്റെ അന്ന് പറയാം, ലൈക്ക് സാറ്റർഡേ പറയാം. നമ്മൾ ഡിസ്കഷനിലാണ് കൂട്ടണോ എന്നുള്ളത്, ഇൻക്രീസ് ചെയ്യണോ എന്നുള്ളത്. നമുക്ക് ഓൾറെഡി അതൊരു കൺസേൺ വന്നിട്ടുണ്ടായിരുന്നു 60 ഗൺസ് പോരാ എന്നുള്ളത്. കാരണം പല സിറ്റുവേഷനിൽ ചില ഫാമിലീസിന് കുറച്ച് അറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, കുറച്ച് ഇതാവുമ്പോൾ പിന്നെ ഒരു മന്തിലോട്ട് എത്തുന്നില്ല എന്ന്. അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ബിസിനസ് ഈ ഡാർക്ക് ചാറ്റിലോട്ട് മാറ്റുമ്പോൾ അതിൽ നമ്മളൊരു ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും. അതില് ഫാമിലീസിലെ ലീഡറിനെയും കോ ലീഡറിനെയും ലീഡറിനെയും കോ ലീഡറിനെയും മാത്രമായിരിക്കും ആഡ് ചെയ്യുന്നത്, നോ മെമ്പേഴ്സ്. അത് നിങ്ങൾ ലീഡറോ കോ ലീഡറോ വേണം.
നമ്മള് അങ്ങനെ അനൗൺസ് പറയുന്നെ 20 share. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ അനൗൺസ്മെന്റ്സ് ഇടുമ്പോ മീറ്റിംഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 1 or 2 days മുന്നേ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോ ആ ഗ്രൂപ്പിൽ ചെയ്യും. പിന്നെ ആ ഗ്രൂപ്പില് പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും ടോക്സ്. അതർ ദാൻ ദാറ്റ് എനി അതർ ടോക്സ് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിക്ക് അറിയാലോ നിങ്ങൾക്ക്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇതാവരുത്. അതിൽ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊന്നും വരരുത്. പ്രോ ബിസിനസ്. വേറെ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇപ്പോ ഈ സിറ്റിസൺസ് കണ്ണു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, സിറ്റിസൺസ് അവരെ പിടിച്ചെന്ന് കഴിഞ്ഞാൽ റിവാർഡ് വല്ലതും ഉണ്ടോ? അവരെ പിടിച്ചു തരേണ്ട കാര്യമില്ല, ബാക്കി നിങ്ങൾക്ക് ചെയ്യാലോ. പിടിച്ചു കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് അവരെന്താ ചെയ്യുന്നത് നമുക്കറിയാലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നിങ്ങളായിട്ടാണ്. നിങ്ങളുടെ ബിസിനസ്സാണ് അവരും മുടക്കുന്നത്. അപ്പൊ നിങ്ങൾക്കാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അവര് ആ എമൗണ്ടിന് വിറ്റ് കഴിഞ്ഞാൽ സിറ്റിയിലെ നമ്മൾ മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ ഇത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ചെയ്യും. അപ്പൊ നിങ്ങളായിട്ടുള്ള ബിസിനസ്സാണ്, നിങ്ങളുടെ ബിസിനസ് ആയിട്ടാണ് ഇത് വരുന്നത്. സിറ്റിസൺ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്ക് എന്താന്ന് വെച്ച് ചെയ്യാം. ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം, നമ്മളത് നമ്മുടെ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്യും. എന്താ ചന്ദ്ര, നമ്മളും അത് ഹാൻഡിൽ ചെയ്യണോ സിറ്റിസൺസിന്റെ കാര്യം? നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം, ചോദിച്ചെന്നുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ നമ്പർ ഡ്രോപ്പിംഗ് യെല്ലോ പേജിൽ ചെയ്യാം. ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം. അറൌണ്ട് ഒരു 10 to 12 ആയിരിക്കും ഓപ്പൺ ആവുക. ആൻഡ് ഡെയിലി കൺസൈൻമെന്റിൽ ഉണ്ടാവാൻ പോകുന്നത്, നിങ്ങൾക്ക് ഡെയിലി മീൻസ് കൺസൈൻമെന്റിന്റെ അന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ കൺസൈൻമെന്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് അതിന്റെ ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിന്റെ റൂൾസും കാര്യങ്ങളും നിങ്ങൾക്ക് അന്ന് തന്നെ പറഞ്ഞുതരും. ആൻഡ് അതിന് വേണ്ട ഒരു കോഡും കാര്യങ്ങളും കൺസൈൻമെന്റിന്റെ അന്ന് നിങ്ങളെ വിളിച്ച് കോഡ് കാര്യങ്ങൾ തരും. നിങ്ങളുടെ ലീഡറിനോ കോ ലീഡറിനോ നമ്പർ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ, നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറയുമ്പോൾ അതിലോട്ട് പറഞ്ഞു തരും. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിളിക്കുന്ന ഏജന്റിനെ എന്റെ അടുത്ത് ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ഔട്ട് ചെയ്യാം. ആൻഡ് ഈ പറഞ്ഞ നിങ്ങൾ കൺസൈൻമെന്റ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ട്രക്ക് മേടിക്കാനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരാൾ വരും, either me or some other people. ഓക്കെ. അപ്പൊ അത് മാത്രമായിരിക്കും അന്നത്തെ നമ്മളുടെ ആയിട്ടുള്ള ഇത്. അന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ആ സമയത്ത് ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാം. ഞാനാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നതെന്നുണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാം അവിടെ. സോ വി വിൽ ബി ഹാവിംഗ് കോണ്ടാക്ട് ഫ്രീക്വന്റ്ലി മോർ. അതുപോലെ നമ്മൾ ഫാമിലീസ് വിസിറ്റ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് വരാം. സോ മാക്സിമം എല്ലാ ലീഡർ ആണെങ്കിലും കോ ലീഡർ ആണെങ്കിലും മാക്സിമം ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. കാരണം നമ്മളായിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ്. യു പീപ്പിൾ വിൽ ബി ദ ഫേസ് ഓഫ് യുവർ ഫാമിലീസ്. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. അത് കറന്റ്ലി നിങ്ങളുടെ ആ സമയത്ത് യൂസ് ചെയ്യും. ഇല്ല ബ്രോ, വ്ളോഗ് ജനീഷ് ബ്രോ അത് ബാഡ് ആണ് ബ്രോ. ലൈക്ക് അത് ബാഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ എൻ്റെ അടുത്ത്. അവൻ എല്ലാ കമന്റും ഞാൻ വായിക്കണമെന്ന് ഇല്ല ബ്രോ. സോ അത് വെച്ചിട്ട് പറയുന്നത് ബാഡ് ആണ്. എന്താ വെച്ചാ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അത് വിഷയമല്ല. എടാ ഒരു മിനിറ്റ്. ജെയിൻ അബ്രഹാം ബ്രോ, താങ്ക് യു ഫോർ ദ 40 rupees. വാസൻ എവിടെ ബ്രോ? വാസ് ഈകളിൽ നിന്ന് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഐ ബ്രോ, താങ്ക് യു ഫോർ ദ 7. അത് വായിച്ചല്ലോ. മിസ്ട്രക്സിന്റെ പെഡലിക്ക് ഒന്ന് കൊടുക്കാനെന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്സ്. മന്ദാരം എവിടെ? എന്തായാലും ഫസ്റ്റ് കൺസൈൻമെന്റ് ആയതുകൊണ്ട് ലെറ്റ് മീ തിങ്ക് വൈറ്റ് മണിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്റ്റാർട്ടിംഗ് മനസ്സിലായി. പുള്ളി നിൽപ്പുണ്ടല്ലേ? അതൊന്നും അത് ഇപ്പൊ ഉണ്ടോ? അത് സ്റ്റാർട്ടിംഗ് ആണോ?
അല്ലല്ല ഇതുവരെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. ആണല്ലേ. ഏതാണ് കേട്ടില്ല മറ്റേ ഫാമിലിയിലുള്ള മറ്റേ പുള്ളി പണിയെടുക്കില്ലേ? വേറെ അത് ചാൻസ് കുറവായിരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ അപ്പോ റോബറീസ് തന്നെ ആയിരിക്കും. അപ്പൊ റോബറീസ് Robberies അങ്ങനെ മറ്റേ സംഭവം. അത്രയും റോബറി ഒരു ദിവസം 1-2 ചെയ്യാനേ പറ്റൂ. കിട്ടിയെന്ന് പറയാം. ഓക്കെ അല്ല നമുക്ക് ഈ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. അത് വന്നാലും മതി, നമുക്ക് ചെക്ക് ചെയ്യാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബ്ലാക്ക് എന്തായാലും ആദ്യത്തെ നിങ്ങളുടെ കൺസൈൻമെന്റ് നോക്കാം, വൈറ്റിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിലോട്ടുള്ള കൺസൈൻമെന്റ് എന്തോ കൺവേർഷൻ നോക്കാം. ഓക്കെ ആ സമയത്ത് ബുദ്ധിമുട്ടാണ്. കൺവേർഷന്റെ അതെ ആ, പോ. ആക്കാണെങ്കിൽ 500-600 കോടി വന്നിട്ട് വൈറ്റിലോട്ടൊക്കെ തണ്ടേണ്ടിയിരുന്നു. അപ്പൊ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാ എത്ര കോടി വേണ്ടി വരും? 60 കണ്ണിന് 20 കോടി വെച്ചാണെങ്കിൽ 1200 കോടി. അതല്ല ഇപ്പൊ കൂട്ടില്ല, എന്തായാലും പറഞ്ഞു കേട്ടില്ല, ഇപ്പൊ കൂട്ടിയിട്ടില്ല. അവരടുത്ത ഇതിൽ ആലോചിച്ചിട്ട് കൂട്ടത്തുള്ളൂ, മനസ്സിലായില്ലേ? ആ വണ്ടി ഇടുവാ അപ്പൊ. ആ സാർ മാറിപ്പോയി. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുമായിരുന്നു. ആരാ നമ്മളോട് കൊണ്ടുവിട്ടെ? ഓ സെലക്ഷൻ വണ്ടിയായിരുന്നു, സോറി കേട്ടോ. ഇരുട്ടായിട്ടൊന്നും കാണുന്നില്ല. ഇരുട്ടായിരുന്നിട്ട് വണ്ടിയുടെ കളർ കാണുന്നില്ല. നമ്മുടെ വണ്ടി എവിടെ ഉണ്ട് നോക്കട്ടെ. ആ ഇത് തന്നെ കയറിക്കോ. ഏതോ ഗ്യാങ്ങിന് എന്താണ് കളർ ലൈറ്റ് ഓഫ് ആക്കി, എച്ചടിച്ച് ലൈറ്റ് ഓഫ് ആക്കി. ആ ബ്രോ കേറിക്കോ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം കേറിക്കോ. നമുക്കിങ്ങനെ വെടിയിൽ വെക്കാം, നമ്മളിറങ്ങി. ഓ കിടക്കൊന്നുമില്ലെന്ന്. വാ ബ്രോ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാം. നന്ദിയുണ്ടേ കൊണ്ടുപോകുന്നതിന്. ഇത് എങ്ങോട്ടാ പോകണ്ടേ എന്ന് പറഞ്ഞുതരോ? അത് റൈറ്റ് ആണ്. നല്ല വണ്ടി കേട്ടോ. വണ്ടി DV ആയി പോയാ? നമ്മുടെ വണ്ടി DV ആയി പോയി. അയ്യോ വഴിയുണ്ട്. ആ ഇവിടെ ഇരുട്ടടേ ഒന്ന് കണ്ടു. ഫ്രണ്ടിന്ന് രണ്ട് മനഃപൂർവ്വ ചന്ദ്രൻ വണ്ടി ഓടിച്ചിട്ട് മറ്റേ വീക്ക്നെസ് കണ്ടുപിടിക്കാനുള്ള. ഏത് എടാ അങ്ങനെയൊന്നുമില്ല, നമുക്കങ്ങനെ എടാ നമ്മളങ്ങനെയൊക്കെ നിങ്ങളെ പുതിയ വണ്ടിയാണോ ഇത്? അല്ലല്ല ഇപ്പൊ 2 വർഷമായി. ആ 2 വർഷം കൊണ്ട് നമ്മൾ 2 വർഷത്തിനിടയ്ക്ക് 6 വണ്ടി മാറ്റി. ശരിടാ, താങ്ക്സ് റാ. ആ സാറാ ഒരു പ്രാവശ്യം കൂടി. അയ്യോ ഷടേ എന്താ പറയാ. ഡ്രൈവർ വണ്ടിയോട് ഡ്രൈവറിനാണ് സാവജ് എവിടെ ഉണ്ടാ നീ? ഹലോ സാവജ്, എടാ നമ്മക്കില്ലേ ഇനി ചണ്ടാൻ ഇറങ്ങാം കേട്ടോ. മുതുക്കില് ഒരു ഗണ്ണിന് 20 കോടി കൺസൈൻമെന്റിന്. എടാ അത് മാറ്റിയിട്ടില്ലടാ മന്ദാരം കുണ്ടച്ചി. വെറുതെ പേടിപ്പിക്കട്ടെ ചന്ദ്ര, ഗ്രൈൻഡ് ചെയ്യട്ടെ പിള്ളേര്. ചന്ദ്ര എന്നിട്ടേ നമുക്ക് 20 കോടി മേടിക്കാൻ ചന്ദ്ര എല്ലാവരുടെയും. ഇങ്ങനെയുണ്ട് എടാ. അതെ ഒരു മിനിറ്റ്. താങ്ക് യു. ഐ എം ഫ്രം ഫോർ 729 AD. ചന്ദ്ര ഒരു വള്ളി പിടിക്കാനാ? ഞാൻ വള്ളി ബ്രോ, ഞാൻ വള്ളി. എടാ ഗണ്ണിന്റെ വില കൂട്ടാൻ പോവാട്ടോ. അതായത് ഈ സിറ്റിസൺസ് ഗണ്ണ് സെയിൽ ചെയ്തതുകൊണ്ട് 10-30 കോടിയൊക്കെയാണ് സിറ്റിസൺസ് ഗണ്ണ് സെയിൽ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് റേറ്റ് കൂട്ടുക മിസ്റ്റർ എക്സ്. ബ്ലാക്ക് ഒരു ഗണ്ണിന് 20 CR ആക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ഇറങ്ങി. അങ്ങനെയാണോ? അപ്പൊ മേടിക്കാൻ പറ്റില്ല പോഷൻ. എടാ 20 CR ആക്കിയിട്ടില്ല, പക്ഷെ 20 CR ഉടനെ ആക്കും ചിലപ്പോ, മനസ്സിലായില്ലേ?
അതായത് അവർ ആലോചിച്ചിട്ട് പറയുന്നൊക്കെയാ പറഞ്ഞത്. സോ മാക്സിമം ഗ്രൈൻഡ് ചെയ്ത് എന്തായാലും, കാരണം ഈ സിറ്റിസൺസിൻ്റെ അത്യാവശ്യം ഫ്ലോ ഉണ്ട് ഗണ്ണിൻ്റെ. അപ്പോൾ എന്തായാലും അവർ ചേഞ്ച് ചെയ്യും. സോ മാക്സിമം എല്ലാവരും ഒന്ന് അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്യണേ കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു എമൗണ്ട് വേണ്ടി വരും കൺസൈൻമെന്റ് അടിക്കാൻ. പിന്നെ ബ്ലാക്ക് മാർക്കറ്റ് ഓപ്ഷനും വരുന്നുണ്ട്. ആ അതെ.